വെൽക്കം ബാക്ക് ടു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു കൊഞ്ച് മസാലയാണ്, നമ്മുടെ ചെമ്മീൻ മസാല. അപ്പോൾ അതൊരു ഡിഫറെൻറ്റ് സ്റ്റൈലിൽ നമുക്ക് ഉണ്ടാക്കാം. സോ ലെറ്റ് ബി സ്റ്റാർട്ട് ദ വീഡിയോ. അപ്പോൾ പാനിൽ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിൽ ചൂടായി കഴിഞ്ഞാൽ കറിവേപ്പില, പിന്നെ പച്ചമുളക് നിങ്ങളുടെ ആവശ്യത്തിന്. അതൊന്ന് വാടി വരുമ്പോൾ നമുക്ക് പൊടിയായി നുറുക്കി വെച്ചിട്ടുള്ള ഇഞ്ചി ആഡ് ചെയ്യാം. ഇഞ്ചി ഒന്ന് സോൾട്ടായി വരുമ്പോൾ നമുക്ക് അതിലോട്ട് എടുത്ത് വെച്ചിട്ടുള്ള വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വെളുത്തുള്ളിയുടെ ഒരു കളർ ചേഞ്ച് വരുന്ന വരയ്ക്ക് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കണം. മിനിമം ഒരു 2 മിനിറ്റെങ്കിലും നല്ലോണം വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് കൊച്ചുള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. ഷാലറ്റ്സ് ആണത്. അപ്പോൾ അതൊന്ന് വാടി വരുന്ന വരയ്ക്കും നല്ലോണം ഒന്ന് നമുക്കൊന്ന് ഷാലോ ചെയ്ത് കൊടുക്കുക. ഇത് ലേശം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക ആവശ്യത്തിനനുസരിച്ച്. അപ്പോൾ അത് ഒക്കെ ഒന്ന് സെറ്റായി വരുമ്പോൾ നമുക്ക് ഇഞ്ചും വെളുത്തുള്ളിയും പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതൊന്ന് സെറ്റായി വരുമ്പോൾ നമുക്കിതിലോട്ട് ഒരു തക്കാളി പൊടിയായി നുറുക്കിയതാണ്. അപ്പോൾ തക്കാളി ഒന്ന് വാടി വരുമ്പോൾ ഇതിലോട്ട് നമുക്ക് സോയ സോസ് ആഡ് ചെയ്ത് കൊടുക്കാം. ടൊമാറ്റോ കെച്ചപ്പ് ഉണ്ടെങ്കിലും നല്ലതാണ്. ടൊമാറ്റോ ഞാൻ ആഡ് ചെയ്തിട്ടില്ല, സോയ മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ സോയൊക്കെ ഒന്ന് സോൾട്ടായി വരുമ്പോൾ നമുക്ക് മുളകും പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇത് മാത്രം ഇട്ടിട്ട് നല്ലോണം ഒന്ന് ജസ്റ്റ് ഒരു മിനിറ്റ് നല്ലോണം വഴറ്റി കൊടുക്കാം. അപ്പോൾ അതൊന്ന് വഴഞ്ഞതിന് ശേഷം നമുക്കിതിലോട്ട് ലേശം കായപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കായപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കായപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് ചെമ്മീൻ, നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചെമ്മീനാണ്. മാരിനേറ്റ് ചെയ്യാനായിട്ട് മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും ലേശം ഉപ്പ് ഇട്ടിട്ടാണ് നമ്മൾ മാരിനേറ്റ് ചെയ്തത്. ഇപ്പോൾ ചെമ്മീൻ്റെ ഇതിൽ നിന്ന് ആ വെള്ളമൊക്കെ നല്ലോണം ഇറങ്ങി വന്നിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ നല്ലോണം നമുക്കിതൊന്ന് നല്ലോണം ഡ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഒരു 5 മിനിറ്റ് ആയതിന് ശേഷം ഞാനിത് ഇതിൽ പെപ്പർ ആഡ് ചെയ്യാണ്, മുളകും പൊടി ആഡ് ചെയ്യാണ്. അപ്പോൾ പെപ്പറൊക്കെ ആഡ് ചെയ്ത് നല്ലോണം ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് പൊടിയായി നുറുക്കി വെച്ചിട്ടുള്ള സബോള ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് ഗ്രേവി കാണാം നല്ലോണം ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഡ്രൈ ആയി വന്നതിന് ശേഷം മാത്രമേ നമുക്ക് സബോള ആഡ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഇത് നമ്മുടെ ഏതാണ്ട് സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ലപോലെ നമ്മൾ ഇതിൽ ഗാർണിഷ് ചെയ്ത് നല്ലോണം ഇളക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്ര തന്നെ നമ്മുടെ ചെമ്മീൻ മസാല. അപ്പോൾ നമുക്ക് പീസ് എടുത്ത് കഴിച്ച് നോക്കാം. 2 പീസ് എടുത്ത് ഒന്ന് കഴിച്ച് നോക്കുകയാണ്. ആഹാ, ടേസ്റ്റ് ഗായ്സ് വേറെ ലെവലാണ്. പൊരി സാധനം എന്ന് പറഞ്ഞാൽ പൊരി സാധനം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയിലായിട്ട് വീണ്ടും കാണാം. ബൈ.